ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നാസർ ചേരിയത്. ഫുട്ബോൾ മേഖലയിൽ പുത്തൻ ചുവടുവെപ്പുമായി മലപ്പുറം FC പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കേരളത്തിലെ ഫുട്ബോൾ കളിയാരവങ്ങൾക്ക് ആവേശം സൃഷ്ടിച്ച് 6 ഫ്രാഞ്ചൈസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ ലീഗ് കേരള സീസൺ 1 ആരംഭിക്കാൻ പോകുന്നു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു ഫുട്ബോൾ ലീഗ് എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരത്തോടെ കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിഫൈഡ് ഫുട്ബോൾ ഡെവലപ്മെന്റ് കമ്പനിയും സംയുക്തമായാണ് കേരളത്തിന്റെ ഫുട്ബോൾ മേഖലയിൽ വൻ കുതിപ്പിന് കാരണമായേക്കാവുന്ന 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിക്കുന്നത്. മലപ്പുറം FC പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബിന്റെയും ഓഫീസിന്റെയും പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ ബഹുമാനപ്പെട്ട കോട്ടക്കൽ MLA ആബിദ് ഹുസൈൻ തങ്ങൾ 2024 ജൂൺ 2 ഞായറാഴ്ച നിർവഹിച്ചു. മലപ്പുറം MLA P. ഉബൈദുള്ള, മലപ്പുറം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P. അനിൽകുമാർ, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നവാസ് മീരാൻ, കേരള ഒളിമ്പിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്രീ U. തിലകൻ, മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജലീൽ മയൂര, മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി U. അബ്ദുൽ കരീം IPS, അജ്ഫാൻ ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ മുഹമ്മദ് കുട്ടി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ശ്രീ സക്കീർ ഹുസൈൻ, മലപ്പുറം FC പ്രൊമോട്ടർമാരായ ശ്രീ അജ്മൽ ബിസ്മി, AP ഷംസുദ്ദീൻ, ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട്, ആഷിഖ് കൈനിക്കര, നബിൽ നീലാമ്പ്ര, KR ബാലൻ, VK അഷ്റഫ്, കള്ളി തൻവർ തുടങ്ങിയവരും കായിക രംഗത്തെ പ്രശസ്ത വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കേരള ഫുട്ബോൾ ഫെഡറേഷനോ ഓൾ ഇന്ത്യ ഫെഡറേഷനോ ഒത്തുചേർന്ന് ഇനിയൊരു വേറൊരു ISL അല്ലെങ്കിൽ ISL വെല്ലാണ് രീതിയിലാണ് KSL ഇവിടെ രൂപം കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് എറണാകുളത്ത് ഹയാത്ത് റീജൻസി ഗ്രാൻഡ് ഹയാത്തിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. 6 പ്രശസ്ത ടീമുകളാണ് ഇതിൽ ഈ KSL ഫ്രാഞ്ചൈസായിട്ട് വരുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ രാജകുടുംബമാണ് അതിലൊരു ഇൻവെസ്റ്ററായിട്ട് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ 6 ജില്ലകളിൽ നിന്നാണ് ആദ്യ വർഷം ഫ്രാഞ്ചൈസികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലേറ്റവും അഭിമാനം കൊള്ളാവുന്നത് അതിലൊന്ന് നമ്മുടെ മലപ്പുറം ജില്ലയാണ്. അത് എല്ലാവർക്കും അഭിമാനിക്കുന്നതാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ലെവലിലാണ് ഹോസ്റ്റൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യമായി നമ്മളാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. 5 പേർക്ക് താമസിക്കുന്ന 18 റൂമുകളാണ് അതിൻ്റെ അവിടെ ഒരു വിഭാവനം ചെയ്തിട്ടുള്ളത്. അത് നമ്മളൊരു 3 സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടൽ ലെവലിലാണ് കോച്ചിനും ഹെഡ് കോച്ചിനും ടെക്നിക്കൽ അഡ്വൈസേഴ്സിനും മറ്റുള്ള പ്ലെയേഴ്സിനൊക്കെ നമുക്ക് അവിടെ ഒരുക്കാൻ പോകുന്നത്. ഇന്ന് വരെ ഇപ്പോൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടില്ല. ബ്രസീലിയൻ കോച്ചും സ്പെയിൻ കോച്ചും ബ്രിട്ടീഷ് കോച്ചൊക്കെ തന്നെ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. ശ്രീ അൻവർ അമീനെ ക്ഷണിക്കുന്നു. എങ്ങനെ കേരളത്തിലെ ഈ ഫുട്ബോൾ പ്രേമികളുടെ ഈ സ്പോർട്സിനോടുള്ള ഫുട്ബോളിനോടുള്ള ഒരു അനുകമ്പ അത് എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന ഒരു ലക്ഷ്യം വളരെ അടിസ്ഥാനപരമായി ആലോചിച്ചുകൊണ്ട് നിലവിൽ വന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സൂപ്പർ ലീഗ് എന്നത്. ഒന്നാമതാണ് നമ്മുടെ കേരള സംസ്ഥാനം. അതിൽ നിന്ന് തന്നെ ഒന്നാമതാണ് നമ്മുടെ മലപ്പുറം ജില്ല. അപ്പോൾ ഈ താഴേക്കടയിലുള്ള കളിക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രീം തന്നെ നവാസ് മീരാൻ സാഹിബ് എന്നോട് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നമുക്ക് സേർട്ടൻ കളിക്കാരെ ഒരു 2 കോടി രൂപ വർഷം വരുമാനം ഉണ്ടാക്കുന്ന സേർട്ടൻ കളിക്കാരെ നമുക്ക് കേരളത്തിൽ നിന്ന് വളർത്തിയെടുക്കാൻ കഴിയൂലേ എന്നുള്ളതാണ് ചിന്ത. അപ്പം ഈ ഒരു ഗെയിമിൽ ഇടപെടുകയും ഈ സെവൻസിലൊക്കെ കളിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയും 10-30 വയസ്സായി കഴിഞ്ഞാൽ ഉപജീവന മാർഗത്തിൽ ഒന്നും ഇല്ലാതായി പോകുന്ന ഒരു പരമ്പരാഗതമായ ട്രഡീഷണൽ ഫുട്ബോളാണ് നമ്മുടെ പ്രദേശത്തുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഗ്രാമാന്തരങ്ങളിലുള്ള ക്ലബ്ബുകളിൽ നിന്ന് വളർന്നു വരുന്ന കഴിവുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു ഫുട്ബോളിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള, ഫുട്ബോളർമാരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വളരെ നൂതനമായ ആശയത്തോടു കൂടിയിട്ടാണ് ഈ KSL ഇവിടെ വിഭാവനം ചെയ്തത്. ബഹുമാനരായ ആളുകളുടെ കൂട്ടായ്മയിൽ ഒരു വലിയ മുന്നോക്കം നടക്കാൻ പോവുകയാണ്. ഒരുപാടേറെ മക്കൾ ഇതുപോലെ തന്നെ അർജന്റീനയിലും അതുപോലെ ബ്രസീലിലും ഒക്കെ പല ടീമുകളിലായി കളിക്കാൻ പോവുകയും പരിശീലനത്തിനായി പോവുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ വാർത്തകൾ കേൾക്കാറുണ്ട്. കേരളം അതിന് ശരിക്കും അതിൻ്റെ ഒരു ഹബ്ബെന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു മാൻ പവറുകളുണ്ട്, അവിടെ മെറ്റീരിയലുണ്ട്, നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ളത്. അത് പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടം വരെ ഉണ്ടായിരുന്നില്ല. അത് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ ഒരുപാടേറെ ആളുകൾ മുന്നോട്ട് വന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഒപ്പം പ്രിയപ്പെട്ട
അബ്ദുറഹ്മാൻ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടിൻ്റെ മുമ്പിൽ വലിയൊരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള ഒരു തുടക്കം കുറിക്കുന്നു എന്നാണ് സന്തോഷം. അതിന് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും അഭിനന്ദിക്കുകയാണ്. കേരളം എന്നും മുന്നിലാണ്, അതിൽ മലപ്പുറം അതിലേറെ മുന്നിലാണ്. കേരളത്തിൽ എന്ത് പുരോഗമനപരമായ ആശയം ഇപ്പോൾ സാക്ഷരത കൊണ്ടുവന്നു, എല്ലാവർക്കും എഴുത്തും വായനയും പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് മലപ്പുറമാണ്. ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്നത് മലപ്പുറമാണ് അല്ലെ. ഡിജിറ്റൽ സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മമാർ വരെ മൗസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൽ മുന്നോട്ട് വന്നത് മലപ്പുറമാണ്. ജനകീയാസൂത്രണം കൊണ്ടുവന്നു, അതിൽ എന്താണ് സാധാരണക്കാർക്കിടയിൽ എല്ലാ പ്രവർത്തനവും നടക്കണമെന്ന് പറഞ്ഞു. അതിൽ മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നന്നായിരുന്നത്. സ്ഥലങ്ങളിൽ നിന്നാണ് യൂറോപ്യൻ ഫുട്ബോളിനുള്ള മേജർ കളിക്കാരെല്ലാം വന്നത്. അതെല്ലാം $50 മില്യൺ, $100 മില്യൺ, $250 മില്യൺ ഈ കളിക്കാരെല്ലാം, എസ്പെഷ്യലി വെസ്റ്റേൺ ആഫ്രിക്ക, സെനഗലൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള കളിക്കാർ ഇംഗ്ലീഷ് ഫുട്ബോളിലും സ്പാനിഷ് ഫുട്ബോളിലും ഒക്കെ ചെല്ലുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലങ്ങളായി, വർഷങ്ങളായിട്ട് ഫുട്ബോൾ എന്നത് ഈ 140 കോടി ജനമുള്ള ഇന്ത്യയിൽ 3,25,00,000 ആൾക്കാർ മാത്രമുള്ള കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരു കാരണവശാലും മറച്ചു വയ്ക്കാനായിട്ട് പറ്റും. 3 വർഷമായിട്ട് ഞങ്ങൾ പല ഇടങ്ങളിലും അദ്ദേഹത്തെ ശ്രമിക്കുകയുണ്ടായി. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പല രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ ഇനിഷ്യേറ്റീവ് ആയിരിക്കും കേരളത്തിൽ ആദ്യമായിട്ട് സ്പോർട്സ് എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഇത് ടീമുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇതിൻ്റെ കൊളാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 25 കോടിക്ക് മുകളിലായിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലേക്ക് ഒരു 50 കോടി രൂപയുടെ എക്കണോമിക് ആക്ടിവിറ്റി ഫുട്ബോൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ കാണേണ്ടത് ASL എന്ന് പറയുന്ന ഈ ആശയം രൂപപ്പെടുത്തിയെടുക്കുക എന്നത് തന്നെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറിട്ട് ഭാവനാപൂർണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ഒരു നിലവിലുള്ള സിസ്റ്റം വെച്ച് മുന്നോട്ട് പോയി ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഗ്രാസ് റൂട്ടിലേക്ക് ഫുട്ബോളിനെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ കാഴ്ചപ്പാടോടുകൂടി KFA മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് ഇതുപോലെ ബോഷകൾ തന്നെ വേണം. ബോഷകൾ ഇല്ലാതെ നടക്കില്ല. അത് ദൈവത്തിൽ എല്ലാവരും ബോഷാക്കാറുണ്ടല്ലോ, ആക്കിയിട്ടില്ലല്ലോ. ആകെ ബോഷ ആക്കിയിട്ടും അല്ലാതെ അത്രയും രണ്ടും മിക്സാവുള്ളൂ. ഈ ബോഷകളൊക്കെ എല്ലാം സാക്ഷോടിക്കൊണ്ട് അവരുടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒന്നിക്കാം സംഘടിപ്പിച്ച് വിജയിപ്പിക്കാൻ സാധിക്കട്ടെ. അതോടുകൂടിയിട്ട് ഈ നമ്മുടെ ഈ ക്ലബ്ബ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ ക്ലബ്ബ് ഈ ടൂർണമെൻറ്റിൽ ഫസ്റ്റ് തന്നെ ചാമ്പ്യന്മാരും ആവട്ടെ എന്ന് എപ്പോഴും പറയും കഴിയുമ്പോൾ കേരള അത്ഭുതം തോന്നുന്നത് ഈ തോന്നിയത് ഒരു കാലത്ത് ഏറ്റവും വളരെ വിഷമിച്ച് ജീവിച്ചത് നമ്മളാണ് ഈ ജില്ലക്കാരാണ്. പലപ്പോഴും ഞാൻ ദുബായിലേക്ക് എത്തുമ്പോൾ പല സംഘടന പ്രവർത്തിക്കുമ്പോൾ ഞാൻ കാണുന്ന മലപ്പുറത്തുള്ളവരൊക്കെ സാധാരണക്കാരായ ജോലിക്കാരാണ്. 100% തൃശ്ശൂരിൽ അങ്ങോട്ടുള്ളവർക്ക് വിദ്യാഭ്യാസം നേടി വരുന്നവരാണ്. പക്ഷെ അതിലൊക്കെ 100 മടങ്ങി ഇല്ലേ നന്മയിൽ നന്മ നിറഞ്ഞ കുറേ മനുഷ്യരെ ഇവിടെ ഉള്ളതാണ്. എത്ര സമ്പാദിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കുന്നൊരു മനസ്സ് നമുക്ക് എല്ലാവരും കഴിയുന്നതിരിക്കാൻ. കാരണം മറ്റേ എവിടെയും കാണാത്തതിരിക്കാണ് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും. ബിസിനസ് മാത്രമേ ഈ ലോകത്തിൽ എനിക്ക് അറിയുള്ളൂ. ഇന്ന് 2012 നമ്മൾ തുടങ്ങി. 2012 ഞാൻ തിരിച്ചു വന്ന് 2024 ആയപ്പോൾ 14 സ്റ്റേറ്റിൽ ഇന്ന് അജുഫാനായി 2200 എംപ്ലോയി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് എൻ്റെ ഹാർഡ് വർക്കാണ്, അള്ള തന്ന ഞാമത്താണ്, പാവപ്പെട്ടവരെ പ്രാർത്ഥനയാണ് ഇന്നോടെ എത്തിച്ചത് എന്നുള്ള വിശ്വാസം ഒക്കെ അവിടെ ഇവിടെ ആണെങ്കിലും ഒരു മിനിറ്റ് റെസ്റ്റ് തരാത്ത ഒരാളാണ് നമ്മളെ സാറ്റിനൊക്കെ എത്രയും കാലം സഹായിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് അജ്മൽ ബിസ്മി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹം ഒരു മിനിറ്റിന് റെസ്റ്റ് തരാനില്ല. ഇത്രയും സ്പീഡിൽ
നമ്മൾ മുന്നോട്ട് പോകാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഒറ്റൊരു പ്രയത്നം കൂടിയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു എല്ലാവരും നമ്മൾ കൂടെ ഉണ്ടാവും. ഈ മലപ്പുറം ജില്ല മുഴുവനും എല്ലാ സ്പോർട്സ് പ്രേമികളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് എല്ലാവരും ഞങ്ങളെ കൂടെ നിർത്തുന്നതാണ്. പ്രത്യേകം അത് പറയുന്നു. എല്ലാവർക്കും നല്ലൊരു പെർസെൻറ്റേജ് ഫ്രീ ഫുട്ബോൾ എഡ്യൂക്കേഷൻ കൂടി ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതും കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നന്ദി പ്രകടനത്തിന് വേണ്ടി എൻ്റെ സുഹൃത്ത് അൻവർ കള്ളിയത്തിനെ ക്ഷണിക്കുന്നു. ബഹുമാനം നിറഞ്ഞ കോട്ടക്കലിൻ്റെ MLA, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയായിട്ടുള്ള സയ്യിദ് ആബിദ് തങ്ങൾ, എല്ലാ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെയും വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം നിങ്ങളുടെ സാന്നിധ്യത്തിനും നിങ്ങളുടെ സഹായത്തിനും നിങ്ങളുടെ സഹകരണത്തിനും MFCക്ക് വേണ്ടി, മലപ്പുറം ഫുട്ബോൾ ക്ലബിന് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചു. ടീം മലപ്പുറം FC ഇന്നിവിടെ അതിൻ്റെ ഓഫീസ് ഔദ്യോഗികമായി കോട്ടക്കൽ നിയോജകമണ്ഡലം MLA സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് നവാസ് മീരാൻ സാഹിബ്, അതേപോലെ തന്നെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സെപ്റ്റംബർ 1-ാം തീയതി തുടങ്ങുന്ന 45 ദിവസം നീണ്ടു നിൽക്കുന്ന ലീഗിൽ മലപ്പുറം FC ഒരു നല്ല ടീമായി തന്നെ ഉയർന്നു വരും എന്ന ശുഭാപ്തിവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെയുള്ള എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും ഫുട്ബോൾ പ്രേമികളും ഇതൊരു വലിയൊരു ആരവമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും നമ്മൾ വിചാരിച്ചതിനേക്കാൾ അധികം വ്യൂവേഴ്സ് ആയിക്കഴിഞ്ഞു. എന്തായാലും മലപ്പുറത്തൊരു കേരളത്തിൽ തന്നെ ഒരു മലപ്പുറം ഈ ക്ലബ്ബ് ഈ ഒരു ടീം ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും. മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.